ഹായ് ഹലോ, എൻ്റെ പേര് കൃഷ്ണപ്രിയ. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. അപ്പം എൻ്റെ 6 മാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ഞാൻ ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി എടുത്തത്. അതിൽ 3 മാസത്തെ ക്ലാസ്സും 3 മാസത്തെ ഇൻറ്റേൺഷിപ്പും ആയിരുന്നു. 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ ചൂസ് ചെയ്തു. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്തത് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കിംസിലായിരുന്നു. കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. എനിക്ക് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എനിക്കുണ്ടായിരുന്ന ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഒന്നും ഒരു ടച്ചില്ലാത്തൊരു ഫീൽഡിലേക്കായിരുന്നു എനിക്ക് ഫസ്റ്റ് പോയി കിട്ടിയത്. അത് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒരു പേടി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 6 മാസം 3 മാസം അല്ലെങ്കിൽ 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾ 6 മാസത്തെയാണ് ഞാൻ എടുത്തത്. ഇഗ്നൈറ്റ് സ്കിൽ പഠിച്ചത് തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റി പറയുവാണെങ്കിൽ വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു കിട്ടിയതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഓഫീസ് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ 9 to ഈവനിങ് 5 o'clock വരെയായിരുന്നു എനിക്ക് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി ടൈം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ 9 മണിക്ക് കൃത്യം ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ വരുന്ന പേഷ്യൻസിനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ്, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുള്ള പേഷ്യൻസ് അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം വിളിച്ച് ക്ലിയർ ആക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അവർക്ക് അന്വേഷിക്കുക. ഏത് ഇൻഷുറൻസ് ആണ് അവരുടെ അവൈലബിൾ, അത് നമ്മുടെ ഹോസ്പിറ്റലുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇൻഷുറൻസ് സ്റ്റാഫുകൾ അവരുടെ റൂമിൽ പോയിട്ട് അവരുടെ കൺസെൻറ്റ് ഫിൽ ചെയ്ത് വരുവാണ് ചെയ്യുക. അപ്പം ബാക്കി കാര്യം, അപ്പം എത്ര ദിവസമാണ് അവർ അഡ്മിറ്റ് ആകുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓരോ ഇൻഷുറൻസിന് ഓരോ രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളായിരിക്കും വരിക, ഓരോ രീതിയിലുള്ള ബില്ലുകളായിരിക്കും വരിക. പിന്നെ അവിടെ ഗവൺമെന്റിന്റെ നമ്മുടെ മെഡിസപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ഫുൾ പ്രൈവറ്റ് ഇൻഷുറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മെഡിസപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പകുതി എമൗണ്ട് ആണ് കിട്ടുക. നമുക്ക് ഓരോ അസുഖത്തിന് ഓരോ എമൗണ്ട് എന്ന രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സർജറി കേസേജിനൊക്കെ എത്രയാണ് വരുന്നത് അതിൻ്റെ ഒരു കോസ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ഫുൾ എമൗണ്ട് കിട്ടാതെ പകുതി എമൗണ്ട് മാത്രമായിരിക്കും അവർക്ക് കിട്ടുക. പ്രൈവറ്റ് ഇൻഷുറൻസ് പറഞ്ഞാൽ ഫുൾ ക്ലിയർ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. ജസ്റ്റ് ഒരു കട്ട് ഉണ്ടാവും. അത് നോൺ മെഡിക്കൽ ഐറ്റംസിൽ കട്ടിങ് വരുമായിരുന്നു. പക്ഷേ വളരെ രീതിയിൽ എനിക്ക് അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ബില്ലിംഗ് സെക്ഷനിലും ഉണ്ടായിരുന്നു. നമുക്ക് ഇൻഷുറൻസ് തന്നെയാണ്, അപ്പോൾ അവരുടെ ബില്ലിംഗ് കാര്യങ്ങളും പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ബില്ലാണ് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ പരമാവധി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ 6 മാസം കൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റി. വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന എൻ്റെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. അവസാനം 6 മാസം കഴിഞ്ഞ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു ചെയ്തത്. വളരെ രീതിയിലുള്ള നല്ല നല്ല സ്റ്റാഫുകളും മാനേജ്മെൻറ്റും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ ഇൻഷുറൻസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. താങ്ക് യു.